ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഒരു ചെറുതെങ്കിൽ ചെറുതാണ് എന്താണെങ്കിലും ഒരു വേഷം തരണമെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പെട്ടെന്നാണ് ഒരു കോള് വരണത്. അനിയപ്പ ഒരു ചെറിയ സംഭവമാണ് നമ്മളുടെ ബിജു തോമസ് ആണ് എൻ്റെ കൺട്രോളർ. ബിജു തോമസ് ആണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ച് ഞാനവിടെ ചെന്നു, അത് ചെയ്തു. ഭയങ്കര ഇഷ്ടമായി. ഞാനും അൽത്താഫും കൂടി ഓടിപ്പോകുന്നത് സീനായിട്ടാണ് ചെയ്തത് കേട്ടോ. ഓടിപ്പോയിട്ട് ഞാൻ അവനെ ഇങ്ങനെ തൊപ്പിക്കൊണ്ട് എറിയണം. തിരിച്ച് അദ്ദേഹം വേണ്ട വേണ്ട ജാമ്യമില്ലാത്ത വകുപ്പാണ് എന്ന് പറയുമ്പോൾ അയാൾ കുടിയുമ്പോഴേക്കും ഞാൻ എൻ്റെ അയ്യോ എന്ന് പറഞ്ഞ് ഓടണം. അത് സീനായിരുന്നു. സീനായിട്ട് വന്ന് പക്ഷെ അത് മൊണ്ടാഷായിട്ട് ഒരു പക്ഷെ എന്നാലും ഒരു വലിയ ക്യാൻവാസിൽ സത്യൻ ഏട്ടൻ്റെ പടത്തിൽ എനിക്ക് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളവിടെ ഇങ്ങനെ നിൽക്കണേ ഷൂട്ടായിട്ട് നിൽക്കുമ്പോൾ ലാൽ സാറിൻ്റെ എൻട്രിയാണ്. അപ്പോൾ ലാൽ സാറിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത ഉണ്ടല്ലോ ഏതൊരു കലാകാരനും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു ലൈറ്റ് ഗ്രീൻ ഷർട്ടകിട തോളിച്ചരിച്ചിട്ട് എൻ്റെ മോളെ ഒരു വരവാണ് ഇങ്ങനെ അതിങ്ങനെ വന്ന് നമ്മളടുത്ത്. അപ്പം ഇത് ഒരു വലിയൊരു ഓറ വന്ന പോലെയാണ്. ഈ ദൈവങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്ന ഒരു ഓറയാണ് ഈ മനുഷ്യൻ വരുമ്പോൾ. സത്യം ഉണ്ടോ? എൻ്റെ ക്ലോക്ക് വരെ പറയാനുണ്ടോ? എന്നിട്ട് ഈ പുള്ളി ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഉടനെ മോനെ ഓടി ക്ഷീണിക്കാം. ഞാനേ ലാലായിട്ട് കൊണ്ട് വെറുതെ ഈ ഒരു ഏഴാം കുലിയായിട്ട് നിൽക്കണം നമ്മളോട് ചോദിക്കുക മോനെ ഓടി ക്ഷീണിച്ചോ. ഞാൻ ലാലേട്ടാ അതാണ് ലാലേട്ടൻ. ആ വ്യക്തിയുടെ കൂടെ ഒരു സീൻ അല്ലെങ്കിൽ അതൊരു സംഭവം ചെയ്യാൻ കഴിഞ്ഞാൽ ഉണ്ട്. അത് ഞാനുണ്ടല്ലോ, ഞങ്ങൾ 4 നായകന്മാരിൽ ഒരാളാണ്. പക്ഷെ അതിലൊക്കെ ഞങ്ങൾ കുറച്ചുള്ളെങ്കിലും ഞാൻ മഹാസമുദ്ര സിനിമയിലും ഇതുപോലെയൊക്കെ കുറച്ച് എൻട്രി ആയിട്ടുണ്ടെങ്കിലും ഈ ലാൽ സാറിന്റെ സാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ. അദ്ദേഹം തന്നെ പറയാറില്ല ഇടയ്ക്ക് ഞാൻ മോനെ എന്നുള്ള വിളി. എനിക്ക് പ്രായമുള്ള ആൾക്കാരെ വരെ ഞാൻ മോനെ എന്ന് വിളിക്കും. എനിക്ക് അങ്ങനെ ഞാൻ ഇമിറ്റേറ്റിംഗ് ഒന്നുമില്ല, ഇത് തന്നെ ഇമിറ്റേറ്റിംഗ്. ഞാൻ പറഞ്ഞില്ലേ മോനെ ഓടി മതിയായോ. അതാണ് ആ ഒരു ലെജൻഡിന്റെ ഒക്കെ കൂടെ നമുക്കൊക്കെ ഓർത്തു വെക്കാൻ. നമുക്ക് എൻ്റെ മോളെ ഇനി സിനിമ ഇല്ലെങ്കിലും നമുക്ക് ഓർത്തു വെക്കാൻ അതൊക്കെ മതി. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആർമി കോളേജിൽ കഥകളി വേഷം പഠിച്ച് അങ്ങനെ കലാരംഗത്തേക്ക് വന്നു. ഇപ്പോൾ ഇത്രയും സിനിമകളൊക്കെ ചെയ്തു. എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഓർത്തു വെക്കാം. എൻ്റെ മോനോട് ഇപ്പോൾ എൻ്റെ മോൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവൻ 5ാം ക്ലാസ്സിൽ KV മറ്റേ പോർട്ട് സ്കൂളിൽ മറ്റേ ഐലൻഡ് കേന്ദ്രീയ വിദ്യാലയം അവിടെയാണ്. അവൻ സിനിമാടൻ്റെ മോനാണ്. അവർ ചെല്ലുമ്പോൾ അപ്പോൾ പക്ഷെ അവര് കുഴപ്പമുണ്ട്. അവൻ എന്ന് പറയും അച്ഛേ എക്കാണച്ചേ പിള്ളേര് വന്നിട്ട് പറയും കള്ളുകൂടി എൻ്റെ മോനല്ലേ ഏട്ടാ എന്നൊക്കെ. അവന് മോനെ ഒന്നും കാര്യമാക്കണം. അച്ഛൻ ചെയ്തൊരു കഥാപാത്രം ഹിറ്റായിരുന്നു ക്രോണിക് ബാച്ചിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇനി അച്ഛനൊരു ഹിറ്റ് നിനക്ക് തരും, ഇനി ആ ഹിറ്റിൽ നീ അറിയപ്പെടും സ്കൂളിൽ കേട്ടോ. കുഴപ്പമില്ല അച്ഛൻ. എന്നാലും എല്ലാവരും പറയും അച്ഛൻ്റെ പടമുണ്ട്, അച്ഛൻ്റെ പടം ഇന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഇത്രയും മതി സന്തോഷം. നേരത്തെ ലാൽ സാറിന്റെ ഡയലോഗ് പറഞ്ഞ പോലെ മോനെ ഓടി മതിയായോ. ഓക്കെ. അപ്പോൾ ചേട്ടാ വേറെ നമ്മൾ ചേട്ടൻ്റെ അടുത്ത ഫിലിമോഗ്രഫിയിൽ ഒരു സിനിമ എടുക്കാന്നുണ്ടെങ്കിൽ ലാൽ ജോസ് സാറിന്റെ കൂടെ രസികൻ ലാൽ ജോസ് ദിലീപേട്ടൻ കോംബോ വരെയാണ്. അപ്പൊ ദളവാത്തെരുവ് ആ സെറ്റ്, അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു മെമ്മറി നമ്മളോട് ഷെയർ ചെയ്യാം. അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു ആ സിനിമയിലേക്ക്? അതും ഇത് ഭയങ്കര രസകരമായിട്ട് സംഭവമാണ്. അത് പെട്ടെന്ന് ഒരു കോള് വരികയാണ്. ജേസൺ ഇളംകുളം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമയുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെ ലാൽ ജോസ് സാറിനെ ചെന്ന് കണ്ടു, അതിൽ വന്നു. പക്ഷെ ഭയങ്കര രസമായിരുന്നു ആ ഒരു ലൊക്കേഷൻ. ദളവാത്തെരുവ്, അതായത് നമ്മുടെ കലൂര് മണപ്പാട്ടിപ്പുറമില്ലേ, അവിടെയാണ് ആ ലൊക്കേഷൻ സെറ്റ് ഇട്ടത്. ഒറ്റ പൊണ്ണു ഒരു 10-30 ദിവസം ദിലീപേട്ടൻ്റെ കൂടെ നല്ല രസമായിരുന്നു. അതായത് ഒരു ഹ്യൂമർ, അതായത് വെറുതെ ഇരിക്കുമ്പോൾ പോലും തമാശ പറയുന്ന ഒരാൾ. നമ്മളെ ചിരിപ്പിച്ചിട്ട് ഇദ്ദേഹം ഒഴിഞ്ഞു മാറും. ഡയറക്ടറിൽ നിന്ന് ചീർത്ത് കിട്ടണം നമുക്കാ. അതിപ്പോൾ ഒരു സീൻ എടുക്കാൻ പോകണം. ആർട്ടിസ്റ്റ് റെഡി, ഓക്കെ. അപ്പം ഈ ആർട്ടിസ്റ്റ് റെഡി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷോട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം എന്തെങ്കിലും സാധനം പറയും, ആരെ ദിലീപേട്ടൻ. അപ്പം നമ്മൾ കണ്ണുകൊണ്ട് ചിരിക്കുമ്പോഴേക്കും പുള്ളി ചിരിക്കുകയില്ല, ചീത്ത കിട്ടണം നമുക്കും. അതായത് ഒരു ഫുൾ ടൈം ഹ്യൂമറായിട്ടുള്ളൊരു മനുഷ്യനാണ് ദിലീപേട്ടൻ. മറക്കാൻ പറ്റില്ല, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാൾ. അതായത് എനിക്ക് ഓർത്തു വെക്കാനൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ അന്ന് തൃപ്പൂണിത്തുറ വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ വാടകയ്ക്ക് റെൻറ്റ് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല അന്ന്. അപ്പോൾ ഓണർ വിളിച്ചിട്ട് എനിക്ക് അനിയപ്പോൾ റെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ട് ടൈം കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ദിലീപേട്ടൻ ഇപ്പുറത്ത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനിപ്പുറത്ത് ഫോൺ എടുത്തിട്ട് ചേട്ടാ അത് തരാം ചേട്ടാ, ഇപ്പം എനിക്ക് കിട്ടിയിട്ടില്ല പൈസ, അതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടാവും. ഞാൻ എത്തിക്കാം, അത് പ്രശ്നമില്ല, ഓക്കെ നോ പ്രോബ്ലം, ഓക്കെ.
ഷൂട്ട് കഴിയാൻ നേരത്ത് ദിലീപേട്ടൻ കുറച്ച് പൈസ എൻ്റെ പോക്കറ്റ് കൊണ്ടുവന്നിട്ട് തരിക, അല്ല വാടക കൊടുക്കണം. അപ്പോൾ അത് എനിക്കും ദിലീപേട്ടൻ അറിയാവുന്ന കാര്യം കേട്ടോ. വേറെ ഒരു മനുഷ്യൻ ദിലീപേട്ടൻ കേട്ട് കഴിഞ്ഞാൽ നീ എന്തിനാണിത് പറയണമെന്നൊക്കെ ചോദിക്കും. പക്ഷെ അദ്ദേഹത്തിന് കുറേ നന്മകളുണ്ട്, നല്ല മനുഷ്യനാണ്, നന്മകളുണ്ട്. പിന്നെ മനുഷ്യൻ്റെ കാര്യമല്ലേ, എല്ലാവർക്കും ഓരോരോ പ്രശ്നം. അങ്ങനെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത സിനിമയാണ് രസികൻ. ഇപ്പോഴും ആൾക്കാർ ജാങ്കോ ഞാൻ പെട്ടു എന്നൊക്കെ സന്തോഷമാണ് അത് കേൾക്കുന്നത്. നമ്മള് അതിങ്ങനെ ഉപയോഗിക്കുന്നതാണല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റുമ്പോ നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് പറയും ജാങ്കോ പെട്ടു. അങ്ങനെയല്ല, എടാ നീ അറിഞ്ഞാ ഞാൻ പെട്ടു, ജാങ്കോ നീ അറിഞ്ഞാ ഞാൻ പെട്ടു. നമ്മൾ സത്യനന്ദിക്കറ്റ് സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് അഖിൽ സത്യന്റെ കൂടെയും സിനിമയിൽ ചേട്ടൻ അഭിനയിച്ചു. അപ്പൊ ആ സിനിമയുടെ വിശേഷം എന്ന് പറയുന്നത് റിലീസ് ആവുമ്പോൾ സർവവും മായ, നിവിൻ പോളി, മറ്റേ അജു വർഗീസ് ആയിട്ടുള്ള കൂട്ടുകെട്ടും. അത് ഇതുപോലെ തന്നെ, അത് ഈ വേഷത്തിലെ പോണേ. ടിക്കിറ്റാക്കയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടാണോ ഈ വേഷം? അപ്പൊ എന്നെ വിളിച്ചേക്കുക, അതും ബിജു തോമസ് തന്നെ, സാറിന്റെ കൺട്രോളർ. അനിയപ്പൻ അഖിൽ സത്യന്റെ സിനിമ അപ്പൊ ഒരു വേഷമുണ്ട്, അനിയപ്പൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഞാനെന്താ ചേട്ടാ ചെയ്യാലോ, ഞാൻ വരാം, ഒറ്റപ്പാലത്താണ്, ഞാൻ വരാമല്ലോ ചേട്ടാ, ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെന്ന് തൊപ്പിയും വെച്ചിട്ടാണ് ചെന്നേക്കണേ. അങ്ങനെ അവിടെ ചെന്ന് അപ്പോൾ പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ നമസ്കാരം ഇരിക്കും. അത് കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ പതുക്കെ തൊപ്പി മാറ്റി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇത് എന്ത് പണ്ടാറോടെ ഇത്, അതായത് ഇങ്ങനെ ഒരു 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 വല്ലാത്തൊരു ലുക്കിലിരിക്കല്ലേ. പുള്ളി ഇത് എന്താണ് ഇങ്ങനെ? അപ്പം ഞാൻ എന്താണ്, അല്ല ഇതെന്ത്, ഇത് പറഞ്ഞില്ലല്ലോ എന്നോട്. ഞാൻ പറഞ്ഞു ടിക്കറ്റ് ആക്കടെ. അല്ല ഇത് എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ചാൻസ് പോകില്ലേ, ഇത് ഞാനിവിടെ നിന്ന് എൻ്റെ വേഷം ഇതാണെന്ന് പറഞ്ഞു എന്നാ വേണ്ട എന്ന് പറഞ്ഞ് കട്ടിയില്ലേ. ഞാനിത് എങ്ങനെ ഡയറക്ടറോട് പറയുന്നു പറഞ്ഞു ബിജു ആകെ വിഷമിച്ച്. അങ്ങനെ അഖിൽ സത്യൻ്റെ അടുത്ത് ചെന്നു. അഖിൽ സത്യനും എന്നെ കണ്ടപ്പോൾ തന്നെ ഇത് എന്താ ചേട്ടാ ഓന്താ, അപ്പം എന്താ ചെയ്യാം? ഞാൻ ഒരു വിഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയാം. അവന് ഇവിടെ മേക്കപ്പാനെ വിളിച്ചു, അവന് ചേട്ടാ ഒരു വിഗ് ഇരിപ്പുണ്ട്, ഒരു വിഗ് വെച്ചു. നമുക്ക് ഓക്കെ ആയിരുന്നു. അത് അതൊരു ഒരു രസമുണ്ട്. സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ സസ്പെൻസ് അറിയില്ല. കാരണം എൻ്റെ വീടിൻ്റെ പെരവാസ്തുലിയാണ്. അപ്പോൾ നിവിൻ പോളിയും അജൂർ ഗസൊക്കെ എൻ്റെ വീടിൻ്റെ പൂജക്ക് വന്നതും എൻ്റെ വീടിന് നടക്കുന്ന രസകരമായൊരു സംഭവം. അപ്പം ഡയറക്ടറും എടുക്കാട്ടോ, സ്ക്രിപ്റ്റ് വരെ ചേഞ്ച് ചെയ്തു ഈ വിഗിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ സിനിമ കണ്ടറിഞ്ഞാൽ മതി. സംഭവം അതൊരു ടിക്കായിരിക്കും, അത് രസമായിരിക്കും. സർവവുമായ ഒരു കിടുവാണ്. അതായത് നിവിൻ പോളി അടിച്ച് പൊളിച്ചേക്കണ ഒരു സിനിമയാണ് നിവിൻ പോളിയുടെ സർവവുമായ. ക്രിസ്മസ് റിലീസാണേ. പറവൂർ ഭാരതൻ സാറിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാമോ? പറവൂർ തന്നെ നമ്മളതെങ്കിലും കണ്ടിട്ടില്ലല്ലോ അധികം. മത്തങ്ങ പോലത്തെ രണ്ട് കണ്ണുണ്ടായിട്ട് എന്താണോ കാര്യം? നേരെ നോക്കി നടക്കാൻ വയ്യത് എനിക്ക്. രൂപ 132 നിലത്തിയുടെ നുള്ളിരുന്നത്, എന്നിട്ട് കിളിക്കുന്നു കുരുത്തം കെട്ടവനെ. കൊറേ ടച്ച് വിട്ട് അറിയാലോ.